ടെക് ഹാക്ക് വർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡി ബി എങ്ങനെ സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഡി ബിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഒരു വീട്ടിന് എത്ര ഡി ബി വേണം, ഏത് ക്വാളിറ്റിയുള്ള ഡി ബിയാണ് നമ്മൾ വാങ്ങേണ്ടത്, എത്ര സ്പേസ് വേണം, എത്ര വിലയുടേത് വാങ്ങണം, ഏത് ടൈപ്പ് വാങ്ങണം, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് ആഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന മിക്ക വീട്ടിലും മിനിമം 3 ഡി ബി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു ഡി ബി നമ്മുടെ മെയിൻ സ്വിച്ചിൽ നിന്നും ഡി ബിയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് വരുന്ന മെയിൻ ഡി ബി. അതിപ്പോൾ 3 ഫേസ് ആണെങ്കിൽ 3 ഫേസ്, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ്. അതിൽ RCCB അതുപോലെ തന്നെ സംഭവങ്ങൾ, ഇൻവേർട്ടറിൻ്റെ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് സെറ്റ് ചെയ്യുന്നത് ഒരു സബ് ഡി ബി വെക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വെക്കുന്ന ഒരു സബ് ഡി ബി. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഐസൊലേറ്റർ, MCB, അതിൻ്റെ റൂമിലേക്കുള്ള സർക്യൂട്ട് കാര്യങ്ങൾ സെറ്റിംഗ് ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് വെക്കുന്നതാണ് SPD വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡി ബി, അതായത് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് സെപ്പറേറ്റ് നമ്മളൊരു ഡി ബി വെച്ച് അതിലാണ് നമ്മൾ ഐസൊലേറ്റർ കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്നത്. മെയിൻ ഐസൊലേറ്റർ സംഭവങ്ങൾ അതിൽ കൊടുത്തിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കാറ്ററേജ് പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മിക്ക വീടുകളിലും ഈ മെയിൻ സ്വിച്ച് വരുന്ന ഭാഗമൊക്കെ അന്ന് അടച്ചിട്ട് ചാവിയൊക്കെ കൊണ്ട് പൂട്ടിയിട്ടുണ്ടാവുക. എപ്പോഴെങ്കിലും ഫ്യൂസ് പോയാലോ എന്തെങ്കിലും ഡാമേജ് ആയാലോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ വന്നാലും മാത്രമേ അത് തുറക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ കാറ്ററേജ് പോയിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ SPD കാറ്ററേജ് ഡാമേജ് ആയിട്ടുണ്ടോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അതൊക്കെ പോയതിന് ശേഷം ഡയറക്റ്റ് വീട്ടിലേക്ക് SPD വെച്ചതിന് ശേഷം എൻ്റർ ആയിട്ടും വീട്ടിലുള്ള വയറ് പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 3 ഡി ബി ആണ് വെച്ച് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മളിവിടെ ഈ ഒരു വീട്ടിൻ്റെ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അതിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഡി ബിയുടെ ആ ഒരു ഭാഗങ്ങളൊക്കെ വലിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഫ്ലോറിൽ അവർ ഡി ബി വെക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ താഴത്തേക്കാണ് പൈപ്പൊക്കെ അടിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏതായാലും ഒരു ഡി ബിയുടെ ഒരു ആവശ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ ഒരു ഡി ബി വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഇപ്പോൾ മുകളിലത്തെ ഓഫാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഐസൊലേറ്റർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ റൂമിലും ഹീറ്റർ ഉണ്ട്. 3 റൂമാണെന്നുള്ളത് 3 ഹീറ്റർ 3 AC വരുന്നുണ്ട്. അപ്പോൾ 3 സർക്യൂട്ട് മിനിമം വരും. അതിൻ്റെ പിന്നെ കൂടെ നമ്മുടെ ബെഡ് സ്വിച്ചിൻ്റെ സർക്യൂട്ട് വരുന്ന സമയത്ത് 6 സർക്യൂട്ട് വരും. അപ്പോൾ അവിടെ തന്നെ നമ്മൾ 3, 6, 12 സർക്യൂട്ട് ഇപ്പം തന്നെയായി. പിന്നെ ബാത്റൂമിൻ്റെ സർക്യൂട്ട് എക്സ്ട്രാ വരും 3 ബാത്റൂമിന്. അപ്പോൾ തന്നെ 15ആയി. പിന്നെ നമ്മുടെ ഐസൊലേഷനും വരും. അപ്പോൾ 15ഉം 4ഉം 19 MCB വെക്കാനുള്ള സ്പേസ് മിനിമം വേണം. പിന്നെ അതുകൂടാതെ നമുക്ക് എപ്പോഴെങ്കിലും അഡീഷണൽ വർക്ക് എന്തൊക്കെ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഡി ബി അവിടെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുപോലെ തന്നെ എല്ലാത്തിലും മോണിറ്ററും TV സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സർക്യൂട്ടും കൂടി വരേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുന്ന സമയത്തിന് നമ്മൾ സാധാരണ ഒരു നില വീട്ടിൻ്റെ 3 ഫേസ് ഡി ബി വെക്കുന്ന അത്രയും ഏകദേശം ഇത്രയും സ്പേസ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വേണ്ടി വരും. പക്ഷേ നമ്മൾ അവിടെ ഒരു TPN ഡി ബി അതുകൊണ്ട് വെക്കുന്നത് 3 ഫേസ് ന്യൂട്രൽ വരുന്ന ഡി ബി ഉണ്ട്. അതായത് നമുക്ക് റോട്ടറി ആവശ്യമായിട്ട് വരുന്നില്ല. TPN ഡി ബി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 4 വേ വാങ്ങിക്കഴിഞ്ഞാൽ 4, 8, 8, 16 MCB വെക്കാൻ വേണ്ടി പറ്റും. അത് 6 വേ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 6, 12, 24 MCB വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു സമയത്ത് നമുക്ക് വിലയും കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് കറക്റ്റായിട്ടുള്ളത് തന്നെ വാങ്ങാനും പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തു വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് 3 ഫേസ് ഡി ബി ആണ്. 3 ഫേസിൽ നമ്മൾ അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഡി ബി തന്നെയാണ് വാങ്ങിയുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത് വാങ്ങുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ അത്യാവശ്യം നമുക്ക് ഡ്രസ്സിങ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഇപ്പോൾ വയർ ഡ്രസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ചില ഡി ബി ഒക്കെ വീതി കുറഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ന്യൂട്രൽ ലിങ്ക് ഡബിൾ ഉണ്ടായിരിക്കണം. അതായത് ഈ ന്യൂട്രൽ ലിങ്ക് ഡബിൾ എന്തിനാ വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RCCB നമ്മൾ ഇൻവേർട്ടറിന് വെക്കും, ഒരു RCCB നമ്മുടെ ബാക്കിയുള്ള പവറിനും വെക്കും. അപ്പോൾ അത് 3 ഫേസ് RCCB, ഒരു സിംഗിൾ ഫേസ് RCCB വെക്കും. ഒരു 3 ഫേസ് RCCB നമ്മൾ എല്ലാ പവർ ലൈനും സംഭവങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതും, സിംഗിൾ ഫേസ് വരുന്നത് ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഒരു ലൈനിലോ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 LCBയും ഒരേ ലിങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ട്രിപ്പ് ആയിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ ആ ട്രിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് വെക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ന്യൂട്രൽ ലിങ്ക് ഉള്ളത് തന്നെ വാങ്ങും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഈ ഒരു ഡി ബിയിൽ സെപ്പറേറ്റ് 2 RCCB കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നോർമൽ ടൈപ്പ് വാങ്ങിയിട്ട് അതിൽ 2 LCB വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഇപ്പോൾ ഇൻവേർട്ടറിലെ കൂടി അതിൽ വരുന്ന ഒരു ഷോക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ LCB പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടാണ് അധികം വീട്ടിലുണ്ടാവുക. സപ്ലൈ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻവേർട്ടറിൽ നിന്ന് കറണ്ട് MCBൻ്റെ ഇന്നിലേക്ക് വന്ന് ഔട്ട്പുട്ടിലേക്ക് പോയി കഴിയും. അപ്പോൾ നമ്മുടെ അവിടെ ഷോക്ക് ഏൽക്കുകയും ഒരാൾക്ക് ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ ഒരിക്കലും ആ RCCB ട്രിപ്പ് ആവില്ല. അത് കാരണം തന്നെ ചിലപ്പോൾ നമുക്ക് മരണം വരെ സംഭവിച്ചേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡി ബി സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഡി ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ ഭാഗത്താണ് കൂടുതൽ വയറുകൾ വരുന്നത്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ
ഓവൻ, അതുപോലെ തന്നെ മിക്സി, ഗ്രൈൻഡർ, പിന്നെ മോട്ടോർ, അങ്ങനത്തെ പവർ കൂടിയ സംഭവങ്ങളൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. അപ്പോൾ അതിനുമായിട്ട് നിയർ ബൈ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ വയറ് ലാഭിക്കാൻ വേണ്ടി പറ്റും. അതായത് വണ്ണം കൂടിയ വയറുകളുടെ ഒരു ദൂരം നമുക്ക് കുറേ കുറക്കാൻ വേണ്ടി പറ്റും, പൈപ്പിങ്ങും ലാഭിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എപ്പോഴും ഡി ബി സെറ്റ് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്യുക, വീട്ടിൻ്റെ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ വയറിലും ലാഭിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ കറണ്ടിൻ്റെ ഫ്ലോവും ഒരുപോലെ ഒരു ഈക്വലായിട്ട് കിട്ടും. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം കോപ്പർ വയർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ സാധ്യതയില്ല. എന്നാലും ഈ വയറിൻ്റെ ട്രാവൽ അനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടാനും അതുപോലെ തന്നെ ഡ്രോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും നമുക്ക് കറണ്ട് ബില്ല് കൂട്ടാനുള്ള കാരണമായി മാറാം. അപ്പോൾ അതൊക്കെ ഡി ബിയുടെ പൊസിഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഡി ബി സെലക്ട് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങുക. പൗഡർ കോട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള, നമുക്ക് ഇനി ഭാവിയിൽ ഒരു എന്തെങ്കിലും വേണ്ടി വന്നാൽ ആഡ് ചെയ്യാൻ മാത്രം സ്പേസ് ഉള്ളത് തന്നെ നോക്കിയിട്ട് വാങ്ങുക. ഇത്രയും കാര്യങ്ങളാണ് ഡി ബി സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഡി ബി ആദ്യമേ വെക്കണോ അതോ പ്ലാസ്റ്ററിങ്ങിന് ശേഷം വെക്കണോ? ഞാൻ അധികം ചെയ്തു വരുന്നത് പ്ലാസ്റ്ററിങ്ങിന് മുന്നേ ചെയ്യുന്ന രീതിയാണ്. കാരണം നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് മുന്നേ ആകുന്ന സമയത്ത് ഏത് സ്വിച്ച് ബോർഡിൽ നിന്ന് എങ്ങനെയൊക്കെ ലൈന് വരണം എന്നുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്യും. ഒരു പൈപ്പിൽ എത്ര വയറ് വരണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ മുന്നേ നമ്മൾ ഉണ്ടാക്കി വെക്കും. അതായത് ഒരു 25 mm പൈപ്പാണെങ്കിൽ ഒരു 1/3 ഒഴിവ് വിടണം എന്നാണ് നമുക്ക് മിനിമം ഒഴിവ് വിടണം, നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടാനും പിന്നീട് വയറ് ചൂടാകുന്ന സമയത്ത് അത് ഹീറ്റ് കൂളാവാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യമേ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് അധികം പൈപ്പ് ഇട്ട് വെക്കൽ. അപ്പോൾ അങ്ങനെ പൈപ്പ് ഇടുന്ന സമയത്ത് നമ്മുടെ ഡി ബിയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ യൂസ് ശരിയായ ഒരു അളവിൽ തന്നെ കിട്ടും. അതേ സമയത്ത് മിക്കവാറും ചെയ്തു വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്ററിങ്ങിന് ശേഷം ഡി ബി ഒക്കെ വേണ്ടി പ്ലാൻ ചെയ്യും. അപ്പോൾ ഒരു 3-4 പൈപ്പ് മാത്രമേ ഒരു ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട് താഴോട്ടേക്ക് ഇറക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ജംഗ്ഷൻ ബോക്സ് വരെ വന്നിട്ടുള്ള പൈപ്പുകളിൽ നിന്ന് പിന്നെ ഈ താഴോട്ട് ഇറക്കിയ ഒരു 3 പൈപ്പിലെ കൂടിയ കംപ്ലീറ്റ് വയറും വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കാണുന്ന ഈ ഒരു വയർ കംപ്ലീറ്റ് ഒരു 3 പൈപ്പിലെ കൂടി ഇറക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അഡീഷണൽ ആയിട്ട് പിന്നെയും വാള് പൊട്ടിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി ബിയുടെ ഈ ഒരു ബാക്ക് ഭാഗം ഉണ്ടോ, ഇവിടെ ആയിട്ടാണ് ഈ ഡി ബിയിൽ പൈപ്പിടേണ്ട ഹോൾ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് വരിക. നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ പൈപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ അത്ര ആഴത്തിൽ കീറി ഇടാറില്ല. കുറച്ച് ഓപ്പൺ ആയിട്ട് കുറച്ച് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടിയിൽ പോകുന്ന വിധത്തിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡി ബി ഒക്കെ വേണ്ടി പിന്നീട് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് ആഴത്തിൽ പൊട്ടിച്ചിട്ട് ചൂടാക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആദ്യമേ നമ്മൾ ഡി ബി വെക്കുന്നതാണെങ്കിൽ ഡി ബി ഫിക്സ് ചെയ്ത് അതൊന്ന് സെറ്റായതിനു ശേഷം അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പൈപ്പ് ഇടുന്നതാണെങ്കിൽ ഇപ്പോൾ ISI പൈപ്പ് വാങ്ങിയ പൈപ്പ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ബെൻഡാക്കിയിട്ട് ഡയറക്റ്റ് നമുക്ക് ഏത് ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ISI പൈപ്പ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളവിടെ ഹീറ്റ് കണ്ട് ഉപയോഗിച്ച് ചൂടാക്കേണ്ട ആവശ്യം അധികം വരില്ല. പിന്നെ ചില കേസുകളിൽ ലിൻഡലൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിലേ പ്രശ്നം വരില്ലല്ലോ. ഇപ്പോൾ ലിൻഡൽ അതിൻ്റെ മുകളിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ വണ്ണം മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ചിലപ്പോൾ വരേണ്ടതുണ്ട്. അല്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ബെൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡി ബി സെലക്ഷൻ, ഡി ബിയുടെ പൊസിഷൻ, ഡി ബിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിൽ വിട്ടുപോയ കാര്യങ്ങളെങ്കിൽ അതും ഞാൻ ഏതായാലും ഉൾപ്പെടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഇലക്ട്രിക്കൽ പ്ലാൻ വരയാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. മിക്കവാറും ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക്കൽ പ്ലാൻ വരഞ്ഞിട്ടായിരിക്കണം, ഒന്നല്ല സ്വന്തമായിട്ട് ഇലക്ട്രിക്കൽ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളെ കിച്ചണിൽ എവിടെ സെറ്റ് ചെയ്യുന്നത് നല്ലത്, കിച്ചണിൻ്റെ ലൈറ്റിങ്ങിൻ്റെ സമയത്ത് എന്ത് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, സെൻട്രാളിൽ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, TV യൂണിറ്റിന് എങ്ങനെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ TV യൂണിറ്റിന് എക്സ്ട്രാ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സിംഗിളായിട്ട് ഒരു HDMI കേബിൾ കൊടുക്കാനുള്ള ഒരു വഴി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറേ ലാഭിക്കാൻ വേണ്ടി പറ്റും. കട്ടിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ വഴികൾ, അത് പിന്നെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള സംവിധാനങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത സീരീസിലായിട്ട് കാണാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നത് പുതിയ വിഷയമായി ഉണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്, സൈനിങ് ഔട്ട്.